തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേനൽക്കാല കായിക പരിശീലനം ആരംഭിച്ചു. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേനൽക്കാല കായിക പരിശീലനം ആരംഭിച്ചു. 5 മുതൽ +2 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് അത്ലറ്റിക്സ്, കോക്കോ, ഫുട്ബോൾ എന്നിവയിൽ പരിശീലനം നൽകുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഹെഡ്മാസ്റ്റർ കെ പ്രസാദ് സ്വാഗതം പറഞ്ഞു. SMC ചെയർമാൻ ടിമ്മി എലുപ്പലിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. കുറച്ച് കാലമായി തിരുമേനി സ്കൂൾ പിന്നോക്കാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ കുറവ്, ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം, കായിക അധ്യാപകരില്ലാത്തതിൻ്റെ പ്രശ്നം. എന്തിന് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ അധ്യാപകനായിരുന്നു ഇവിടുത്തെ മുൻ കായിക അധ്യാപകൻ, ഇപ്പോൾ പ്രാപ്പർ സ്കൂളിൽ ഉള്ള സുനീഷ് മാഷ് അടക്കം. ഇങ്ങനെ വളരെ മോട്ടിവേഷൻ ആയിട്ടുള്ള മേഖലയിൽ ഈ തിരുമേനി സ്കൂൾ കൈവരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം പ്രിൻസ് വെള്ളക്കട ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കുറച്ച് സമയം അദ്ദേഹവുമായി സംസാരിച്ചു. വളരെയധികം കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യമുള്ളതും അതേപോലെ കുട്ടികളെ പരിശീലിപ്പിക്കാനും വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹം ഒരു സേവന മനോഭാവത്തോടു കൂടിയാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നിങ്ങൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ച് മാഷ് എന്നോട് പറഞ്ഞു ആവശ്യപ്പെട്ട് ഇപ്പം സ്കൂളിന് എന്തെങ്കിലും ഒരു കായിക തലത്തിൽ എന്തെങ്കിലും ഒരു ഫണ്ട് പഞ്ചായത്ത് തലത്തിൽ ലഭ്യമാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കും. ഇപ്പോൾ അവധിക്കാലത്ത് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി ഒരു ഫണ്ടുണ്ട്. അത് കഴിഞ്ഞ ഭരണസമിതിയാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സീനിയർ അസിസ്റ്റന്റ് NC ഹരികുമാർ, ജസ്റ്റി മാത്യു, സ്റ്റാഫ് സെക്രട്ടറി P രജിക എന്നിവർ പ്രസംഗിച്ചു. ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ മെഡൽ ജേതാവ് TG പ്രഭാകരനാണ് മുഖ്യ പരിശീലകൻ. 3.5 ആൾക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ BP ഇങ്ങനെയുള്ള അസുഖമാണ്. 10 3.5 ആൾക്ക് 135 ആൾക്ക് ഒരു 35 വയസ്സ് 40 വയസ്സിനുള്ളിൽ ഏതെങ്കിലും ഒരു അസുഖം വരുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അത് നമ്മുടെ ലൈഫ് ഡിസീസ് നെയിം പറയും. എന്നുവെച്ചാൽ ജീവിതജന്യ രോഗം, നമ്മുടെ ജീവിതത്തിൻ്റെ രീതി കൊണ്ട് നമുക്ക് വരുന്ന അസുഖങ്ങളാണ്. അത്തരത്തിലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായിരിക്കും. കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകി. ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 30 പേരാണ് വേനൽക്കാല പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ് പരിശീലനം. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.